ഹലോ ഫ്രണ്ട്സ്, എയർ ലൈഫ് ക്യാപ്ചറിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, നമുക്ക് പാലക്കാട് രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ എണീറ്റേ ഉള്ളൂ. രാവിലത്തെ വ്യൂ ആണ് കാണുന്നത്. എന്താ പെണ്ണെ എന്തോന്ന് കിടക്കുന്നത്? ആരാ വേറെ കാര്യം കിട്ടേ രാവിലെ ഇവിടെ നല്ല ആംബിയൻസ് ആണ് കാണാൻ നമുക്ക്. രാവിലത്തെ വ്യൂ. നമ്മൾ ഇങ്ങനത്തെ ഇവിടെ നെല്ലിയാമ്പതി പോകാൻ പോവുകയാണ്. ഇവിടുന്ന് ഇവിടുത്തെ ചേട്ടനും ചേച്ചി എല്ലാവരും ഉണ്ട്. അവരെയും കൂട്ടി നമ്മൾ നെല്ലിയാമ്പതി പോകാൻ പോവാം. രാവിലെ കാപ്പിയെ കുടിച്ചു. ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഉണ്ണിച്ചേട്ടൻ വന്നാ? ഉണ്ണിച്ചേട്ടൻ വന്നാ? എവിടെ? ഉറുമ്പിനെ കാണിക്കാനാണ് എനിക്ക് പറയുന്നത്. എന്താണ് അവരെ അറിയില്ല. നമ്മളീ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഇതാങ്കളിന്റെ പണി തുടങ്ങി. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെ രണ്ടുപേരെയും നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ. അവിടുത്തെ മാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഒത്തിരി സന്തോഷമായി. എടുത്ത് അവിടെ പോയിരുന്നോ? ചെല്ലേ ഇങ്ങോട്ട്. ഹലോ ഗായ്സ്, നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും റെഡിയായി, എല്ലാവരും വണ്ടി കയറി. ഇനി അമ്മയും ഈ പീച്ച് വരാനുണ്ട്. ഇവിടുന്ന് നെല്ലിയാമ്പതിയിലേക്കൊരു 50 കിലോമീറ്ററിന് മുകളിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നല്ല ചൂടുണ്ട് ഇവിടെ. അങ്ങനെ മഴയൊന്നും പെയ്തില്ല ഇതുവരെ. 2 ദിവസമായിട്ടൊന്നും നമ്മൾ വന്നതിന് ശേഷം എന്തായാലും പെയ്തില്ല. അതിന് മുന്നേ വലിയ മഴ ഇല്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. വണ്ടി മൊത്തം പൊടിയായി. ട്രാവൽ ചെയ്ത് വന്നപ്പോ ഫുള്ള് കുളമായിരിക്കുകയാണ്. ചെന്നിട്ട് വേണം ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ. ഇവിടെ നിന്നൊരു എത്ര മണിക്കൂറാണ്? 50 കിലോമീറ്റർ മുകളിലുണ്ടെന്നാണ് പറഞ്ഞത്. അകത്തേ ഉള്ളു. നോക്കിയോ എത്ര മണിക്കൂർ? 1.5. അവിടെ അധികം കടകളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഉണ്ട്, എന്നാലും അപ്പൊ നമ്മള് കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്, സ്നാക്സ്. നല്ല വെയിലുണ്ട് അവിടെ. കോട പണ്ടിക്കത്തുണ്ടായിരുന്നു. വെയിലാണോ തണുപ്പാണോ എന്നൊന്നും ഒരു പിടിയുമില്ല. എന്തായാലും നോക്കാം. ബീച്ച് റെഡിയായി വന്നിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാം. ഗൈസ്, നമുക്ക് ഇവിടം തൊട്ട് വലിയൊരു അബദ്ധം പറ്റി കേട്ടോ. മൈക്ക് വർക്കിംഗ് ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഫുള്ള് വോയിസ് ഓവർ ആയിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നെല്ലിയാമ്പതിയിലേക്കാണ് നമ്മൾ പുറപ്പെട്ടത് കേട്ടോ. അപ്പം പോകുന്ന വഴി ഏതാണ്ട് കുറച്ച് ദൂരം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ അവരൊക്കെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ഞാനും അമ്മയും ചേച്ചിയൊക്കെ കാറിനകത്താണ് കേട്ടോ. ഒത്തിരി തവണ പാലക്കാട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു നെല്ലിയാമ്പതിയിലേക്ക് പോകണം എന്ന് പ്ലാൻ ചെയ്യും, പക്ഷെ നടക്കാറില്ല കേട്ടോ. തിരുനെല്ലി അങ്ങനെയൊക്കെ പോകണം എന്ന് പറഞ്ഞാണ് പ്ലാൻ
നമ്മൾ വന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് പിന്നെ മാമൻ പറഞ്ഞത് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നത്. ദാ നിൽക്കുന്നതാണ് മാമൻ്റെ മോനെ, ഉണ്ണി എന്നാണ് പേര്. അപ്പോൾ അവൻ നമ്മൾ ചെന്നതിൻ്റെ അന്ന് കൊടൈക്കനാൽ ടൂറ് പോയേക്കായിരുന്നു കേട്ടോ. 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ചെന്ന് അന്ന് രാത്രിയാണ് അവൻ എത്തിയത്. രാത്രി എന്ന് പറഞ്ഞാൽ വെളുപ്പാങ്കാലമായി, ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അന്ന് രാവിലെ തന്നെയാണ് നമ്മൾ വീണ്ടും ഒരു ട്രിപ്പിനായിട്ട് അവനെ പൊക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ അവനുണ്ട് കേട്ടോ. അപ്പം വലിയ എനർജിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ നേരെ നെല്ലിയാമ്പതിയിലേക്ക് തിരിച്ചു. അപ്പോൾ അവിടെ ഇടയ്ക്കൊക്കെ 2 ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഈ ചെല്ലുന്ന വണ്ടികൾ തിരിച്ചിറങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെക്ക് പോസ്റ്റിൽ അവർ വെരിഫിക്കേഷനൊക്കെ നടത്തി. ഇത് കഴിഞ്ഞ് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ 50 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും അവിടെ എത്തിച്ചേരാൻ ഒരുപാട് സമയം എടുത്തു കേട്ടോ. നമ്മൾ കറക്റ്റ് പ്രോപ്പർ എന്ന് പറഞ്ഞാൽ സീതാർകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. നെല്ലിയാമ്പതിയിൽ തന്നെയുള്ള സീതാർകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഫുള്ള് റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ പറഞ്ഞത് ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഫുള്ള് പൊളിഞ്ഞതാണെന്നാണ്. പിന്നെ ഒരു 5-6 മണി വരെയൊക്കെ ഇവിടെ ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. കാരണം ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലം ആയതുകൊണ്ട്, ഫുള്ള് ഫോറസ്റ്റിൻ്റെ നിയന്ത്രണത്തിനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സമയം ലിമിറ്റ് ഉണ്ട് കേട്ടോ. പോകുന്ന വഴി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കുരങ്ങന്മാരുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊരു ടൈപ്പ് ആണെങ്കിൽ നമ്മൾ നോർമൽ ടൈപ്പ് കുരങ്ങനാണ്. പക്ഷെ നമ്മൾ വേറൊരു ടൈപ്പ് കണ്ടിട്ടുണ്ടായിരുന്നേ. ഈ സൂവിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ സിംഹവാലൻ കുരങ്ങ് എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അപ്പം അതിൻ്റെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വെപ്രാളമാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി യാത്രക്കാരൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ ടൂറിൻ്റെ ഒരു സമയമാണല്ലോ, സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ പിള്ളേരും പിന്നെ പള്ളിയിൽ നിന്നൊക്കെ ടൂർ കൊണ്ടുവന്ന പിള്ളേരുകളും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെയും കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അവർ ഈ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളിലൊക്കെ കയറി ഇരിക്കുമായിരുന്നു കേട്ടോ. കണ്ടോ, ചാടി കയറി അതിനകത്ത് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കിട്ടുമെന്ന് നോക്കുന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടിയിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മൾ ഇവരെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുവിധം എല്ലാവരും ഫുഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളും കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് പാവം തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ ഇട്ട് കൊടുത്താൽ നമുക്കത് പിന്നെ നമ്മുടെ പുറകിൽ നിന്ന് മാറില്ല കേട്ടോ. പിന്നെയും നമ്മുടെ വണ്ടിയിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചാടിക്കയറും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ നിന്നു. സത്യത്തിൽ അവിടെ വെയിലുണ്ടെങ്കിലും നമ്മളങ്ങനെ ചൂടറിയില്ല. ചൂടില്ലാത്ത ഒരു തരം വെയിലായിരുന്നു കേട്ടോ. നല്ല കാറ്റും ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സീതാർകുണ്ടിലേക്കാണ് പോകുന്നത്. അവിടെ പോകുന്ന വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിംഹവാലൻ കുരങ്ങനെ കണ്ടത് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മൾ ആദ്യം ഈ ഗ്ലാസ് വിൻഡോ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തോ കവർ ഇരിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ അവർ ഭയങ്കരമായിട്ട് അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛനിങ്ങനെ കുറച്ച് എന്തോ സ്നാക്സ് ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം പണിയായി. നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. തീരെ പ്രതീക്ഷിക്കാതാണ് കേട്ടോ ഇത് ചാടി നമ്മുടെ വണ്ടിയിലേക്ക് കയറിയത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ പേടിച്ചു, ഇതിന് അകത്തേക്ക് കയറാനുള്ള എന്തെങ്കിലും ഇതാണോ എന്ന്. അപ്പോൾ അത് ഒരുപാട് ശ്രമിച്ചു കേട്ടോ വണ്ടിക്കകത്ത് കയറാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും അടുത്ത് ലൈവായിട്ട് ഈ ഒരു സംഭവത്തിനെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഒത്തിരി നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ അത് ഒരു വിധത്തിലും താഴെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എടുത്തപ്പോൾ അത് താനെ അങ്ങ് ഇറങ്ങി കേട്ടോ. എന്നിട്ട് കുറച്ച് നമ്മുടെ പിറകെ ഓടി വന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? ആൻഡ് ഫൈനലി ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ സീതാർകുണ്ടിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഉച്ച സമയത്താണ് നമ്മളവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലൊരു തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു ഇളം കാറ്റും അങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നേ. മെയിനായിട്ട് നമ്മൾ പോകുന്ന വഴി ഫുള്ള് ഈ
കാപ്പിത്തോട്ടവും തേയിലത്തോട്ടവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ കാപ്പിക്കുരുവൊക്കെ കണ്ടപ്പോൾ ഇക്കു ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണെന്നൊക്കെ. അപ്പം കുറച്ച് കാപ്പിക്കുരുവൊക്കെ അവൻ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ കൊണ്ടുപോയി ഇത് എന്തിനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ പോക്കറ്റിലേക്ക് കുറച്ച് കാപ്പിക്കുരുവൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. തിരിച്ചു പോകുന്ന വഴി അവിടെ തേയില ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് തേയിലയൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇടയ്ക്കൊരു കുഞ്ഞു തട്ടുകട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ബിരിയാണി പിന്നെ കപ്പ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ വളരെ കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ മുന്നോട്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ പിന്നും അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഫുഡൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഴം പിന്നെ ചെറിയ ബേക്കറി ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ ആ വ്യൂ പോയിന്റിലേക്ക്. അപ്പം നമ്മൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തതാണ്. ചേച്ചി എന്തൊക്കെയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് മൈക്ക് കംപ്ലൈൻ്റ് ആയത് കാരണം ഇതൊന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് നടന്നപ്പോൾ തന്നെ ഇക്കുവിന് മടുത്തു കേട്ടോ. പിന്നെ എടുക്കണം എന്ന് പറഞ്ഞ് ബഹളമായി അങ്ങനെ ചേട്ടൻ എടുത്തു മുന്നോട്ടേക്ക് നടന്നു കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല റോഡൊന്നുമല്ല, ഇതുപോലെ കല്ലൊക്കെ നിറഞ്ഞ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ആ വ്യൂ പോയിന്റിലേക്കാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് തിരിച്ച് പോകുന്നുണ്ടായിരുന്നു, ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പറ്റുന്നവരൊക്കെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിരുന്നാൽ നല്ലതായിരിക്കും. നെല്ലിയാമ്പതി പ്രദേശത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ സീതാർകുണ്ട്. ഇവിടെ ഏറ്റവും ഹൈറ്റ് കൂടിയ വെള്ളച്ചാട്ടമുണ്ട്. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ആകർഷണം എന്ന് പറയാൻ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുള്ളിയാറ്, മീങ്കര എന്നീ ഡാമുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ കൊല്ലങ്കോട് പോയിരുന്നില്ലേ, അതും ഇവിടെ നിന്ന് നോക്കിയാൽ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അന്ന് താഴെ നിന്ന് കണ്ട കാഴ്ചകളൊക്കെ ഇന്നിതാ ഇത്രയും ഹൈറ്റിന് മുകളിൽ നിന്ന് കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. പണ്ട് വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഒക്കെ ക്ഷീണിതരായിട്ട് ഈ ഒരു മലമ്പ്രദേശത്ത് വരികയും അവിടെ സീതാദേവിക്ക് സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ ഒരു അരുവി കാണിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ. ആ അരുവിയിൽ സീതാദേവി കുളിക്കുകയും പിന്നീട് ഈ അരുവി സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്ന പേരിൽ സീതയാർകുണ്ടെന്ന് ലോപിച്ച് സീതാർകുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലാത്തവർ ഒന്ന് വരാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരം ആയി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. ഫുഡ് കഴിക്കാൻ കയറി, ബിരിയാണി കഴിക്കാൻ കയറി 4:30 ബിരിയാണി ചായ. അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിയാണ് പോത്തുണ്ടി ഡാം കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ടേക്ക് കയറി. നീ വരുന്നില്ല ഡാമില്? എന്റെ കാല് കംപ്ലൈന്റ് ആണ് ഗൈസ്. നമ്മള് ഡാമിലോട്ട് പോവുകയാണ്. പിന്നെ മണ്ടയിൽ കയറണം. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി ഫുൾ മുകളിലാണ് ഡാം. ഇതാണ് പോത്തുണ്ടി ഡാം ഉദ്യാനം. നല്ല കയറുന്ന വഴി നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്തായാലും കയറി നോക്കാം. ഈ സ്റ്റെപ്പ് കയറിയാണ് ഗൈസ് പോവേണ്ടത്. നമുക്ക് കയറാം. അമ്മ ഒന്നും കയറുന്നില്ല, കാലു എന്ന് പറഞ്ഞിട്ട് നമ്മളാ കയറുന്നു. സ്റ്റെപ്പ് നല്ല മുകളിൽ പോണം. ഗൈസ് അങ്ങ് ദൂരെ സൂര്യൻ അസ്തമിക്കാനുള്ള പരിപാടിയാണ്. ഈ സ്റ്റെപ്പാണ് കയറി വന്നത്. ഇനിയുണ്ട്, കുറച്ച് ദൂരമുണ്ട് മുകളിലോട്ട്.
ലാസ്റ്റ് എത്തി. ഇതാണ് പോത്തുണ്ടി ഡാം. നല്ല വ്യൂ ആണ് കേട്ടോ. അതാ പറഞ്ഞത്, അടിപൊളി വ്യൂ അല്ലേ? ഫുള്ള് നമ്മള് മുകളിൽ നിന്ന് വന്നത്. അതാ പറഞ്ഞു, ഈ ഡാം മുകളിൽ നിന്ന് നമ്മൾ കാണുന്നത്. ആ പാറ കണ്ടോ? അതിന് മേലെയാണ് നമ്മൾ നോക്കാൻ. ഓ, അടിപൊളി വ്യൂ. എന്തായാലും അവർക്കിത് മിസ്സായി. നമ്മൾ 3 പേര് മാത്രമേ കയറിയിട്ടുള്ളൂ. ബാക്കി അവരൊക്കെ കാല് എന്ന് പറഞ്ഞ് താഴെ നിൽക്കുക. ഉണ്ട് സീൻ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡാമാണ് കേട്ടോ. ഫോട്ടോ നമുക്ക് കാണാം. കയറി വരാൻ കുറച്ച് പാടാണ്, കാരണം 100 സ്റ്റെപ്പിന് മുകളിലുണ്ട്. പക്ഷെ കയറി അടിപൊളിയാണ്. സൂര്യാസ്തമയൊക്കെ കറക്റ്റ് കാണാം ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇത് 6 മണി വരെ ഉള്ളു കേട്ടോ. 6 മണിക്ക് കറക്റ്റ് 6 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് താഴെ പാർക്കിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ മുകളിലോട്ടുള്ള ടൈം 6 മണിയാണ്. അപ്പോൾ എത്തുന്നവരെ 6 മണിക്ക് മുന്നേ തന്നെ കയറിയാലേ ഇവിടെ നമുക്ക് കുറച്ച് നേരമെങ്കിലും കാണാൻ പറ്റും. വൈകുന്നേരമാണ് നല്ലത്, കാരണം ഉച്ച സമയത്തൊക്കെയാണ് നല്ല വെയിലായിരിക്കും. ഉണ്ടോ മലയെല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പാർക്കിൽ ആർക്കും ഉല്ലസിക്കും. അച്ഛൻ ഡാമിൽ പോയടി, മുകളിൽ സ്റ്റെപ്പ് കയറി മുകളിൽ പോയി ഡാമിൽ പോയി. അച്ഛൻ ഇവിടെ മുകളിൽ സ്റ്റെപ്പ് കയറിയിട്ടെ നമ്മളിവിടെ നിന്നില്ലേ ഗൈസ്, നമ്മൾ പോയില്ല. നമ്മൾ സ്റ്റെപ്പ് കയറാൻ വയ്യാത്തൊന്നും നമ്മൾ പോയില്ല. ഇക്കൂസനും പോയില്ല, ചേട്ടൻ മാത്രമേ പോയുള്ളൂ. ആരാണെന്ന് അറിയാമോ ഇത്? ആരാണിത്? ഇത് ഈ ഡാം പണിതോണ്ടുന്ന സമയത്തെ ഇവിടെ ഉണ്ടായിരുന്ന പണിക്കാരാണെന്ന്. ആണോ അല്ലയോ എന്ന് അറിഞ്ഞൂടാ. ഇവര് രണ്ടുപേരും, ഒരു മുത്തശ്ശനും മുത്തശ്ശി. അത് ശരിയാണോ അല്ലയോന്നൊന്നും അറിയില്ല. 6:30 പറഞ്ഞേ. കൊരങ്ങന്മാര് കണ്ടു. കള്ളാന്ന്. നമ്മൾ ഇറങ്ങിയിരിക്കുന്നു രാത്രി. എളുപ്പം അങ്ങനെ 5 മണിയായി. പിറ്റേന്ന് അതിരാവിലെ തന്നെ നമ്മൾ പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാലക്കാട് വ്ളോഗ്സ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.